ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർക്ക് ക്ഷേത്രങ്ങളിലെ തനത് ഫണ്ട് ഉപയോഗിക്കാമെന്ന മലബാർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിന് സ്റ്റേ. ക്ഷേത്രത്തിലെ തനത് ഫണ്ട് ചെലവിടാമെന്ന ഉത്തരവിൽ ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. എന്തിന് ഇത്തരം ഉത്തരവിറക്കിയെന്നും ക്ഷേത്ര ഫണ്ടിൽ നിന്നും എന്തിന് ചെലവഴിക്കണമെന്നും കോടതി ചോദിച്ചു. സിബി ജോസഫ് വിശദാംശങ്ങൾ നൽകും. സിബി, കോടതിയുടെ ഈ ചോദ്യം, ഉത്തരവ് ഏതെല്ലാം രീതിയിലാണ് ദേവസ്വം ബോർഡിന് ഒരു തിരിച്ചടിയാകുന്നത്? എങ്ങനെ മറികടക്കാൻ കഴിയും ബോർഡിനിത്? സൈഫുദ്ദീൻ കാസർഗോഡ് സ്വദേശി നൽകിയ ഒരു പരാതിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിലെ ദേവസ്വം ബോർഡ് ദേവസ്വം ബെഞ്ച് ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതായത് ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ ഒരു ഉത്തരവ് എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന എല്ലാ ക്ഷേത്ര ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും ഇത്തരത്തിൽ ഈ ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കും ഇവർക്ക് പോകേണ്ട വാഹന ചെലവുകൾ ഉൾപ്പെടെ എല്ലാ വെഹിക്കിൾ സംവിധാനം ഉൾപ്പെടെ എല്ലാ നിലയും ഈ ക്ഷേത്രത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോകാമെന്നുള്ളൊരു ഉത്തരവായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു മലബാർ ദേവസ്വം ബോർഡ് ഇറക്കിയത്. ഈ ഉത്തരവിനെതിരെയാണ് കാസർഗോഡ് സ്വദേശി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ ഇപ്പോൾ ദേവസ്വം ബെഞ്ചിൽ നിന്നും വലിയ തിരിച്ചടിയും രൂക്ഷമായ വിമർശനവും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഹൈക്കോടതി ചോദിച്ചത് ആരാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഇറക്കിയത്, ഈ ഉത്തരവ് ഇറക്കിയതിന്റെ പിന്നിലെ മാനദണ്ഡം എന്താണ്? കാരണം ഈ ആഗോള ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷേത്രത്തിന്റെ തനത് ഫണ്ട് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പാടുണ്ടോ? അങ്ങനെ ഉത്തരവ് ഇറക്കിയത് ആരാണ് എന്ന് ചോദിക്കുകയും ഈ ഉത്തരവ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയാണ് ഈ ഒരു ഹർജി വീണ്ടും പരിഗണിക്കാൻ വേണ്ടി മാറ്റുകയും ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ഇത് ഏറെ വിവാദമായിരുന്നു. കാരണം മലബാർ ദേവസ്വം അല്ലെങ്കിൽ മലബാർ ക്ഷേത്രത്തിന് കീഴിലുള്ള എല്ലാ ക്ഷേത്ര ജീവനക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പോകാൻ വേണ്ടി ഇവർക്കെല്ലാം നിലയും വാഹന സൗകര്യവും ഇവരുടെ യാത്രാ ചെലവും അടക്കം 3 ദിവസത്തെ പൂർണ്ണമായും ചെലവ് ഈ ക്ഷേത്രത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ഉപയോഗിക്കാം എന്നുള്ള ഒരു ഉത്തരവായിരുന്നു ഈ ദേവസ്വം മലബാർ ദേവസ്വം. നാളെ അയ്യപ്പ സംഗമം തുടങ്ങാൻ പോകുന്നു. അടുത്ത ആഴ്ചയാണ് കേസിന് വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ മലബാർ ദേവസ്വം ഫണ്ട് ഉത്തരവനുസരിച്ച് ഇനിയിപ്പോൾ നാളത്തെ സംഗമത്തിന് പോകാൻ ആ ഫണ്ട് എടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തം അല്ലേ സിബി? തീർച്ചയായും സൈഫുദ്ദീൻ അത് തന്നെയാണ്. കാരണം ഈ ഒരു ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ ഈ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷേത്ര ജീവനക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ബോർഡ് അംഗങ്ങൾക്കോ കഴിയില്ല എന്നുള്ളത് കൃത്യമായി ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ശരി സിബി.